ദുബൈയിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്ക് ഒരു ബൈക്ക് സോളോ യാത്രയുമായി മലയാളി 10 രാജ്യങ്ങൾ കടന്നാണ് കേരളത്തിലേക്ക് എത്തുക. ദുബൈയിൽ നിന്ന് കേരളത്തിലേക്ക് റോഡ് മാർഗം ഒരു മലയാളി ഈ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. നസീബ് തൃശ്ശൂരുകാരൻ. അപ്പോൾ സാധാരണ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും കുറച്ച് വറീഡാണ്. പക്ഷേ ഈ സമയത്ത് തന്നെയാണ് ആൾ ഈ പറയുന്ന ഇറാഖ് വഴി സൗദി വഴി കേരളത്തിലേക്ക്, അതും റോഡ് മാർഗം 11 രാജ്യങ്ങൾ കടന്ന് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്? തീർച്ചയായും ഇതെൻ്റെ ഒരു നീണ്ടനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഇതുപോലെ ഒരു വേൾഡ് ടൂറ് പ്ലാൻ ചെയ്തിരുന്നത്. ഇതിന് മുമ്പ് 2019 ഞാൻ INB, അതായത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ, ഇതുപോലെ അറൗണ്ട് 50 ഡേയ്സിനുള്ളിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഒരു 7 ഇയേഴ്സ് ആയതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു. പല സാഹചര്യങ്ങൾ കൊണ്ടും അതിങ്ങനെ പോസ്റ്റ്പോണ്ടായി. സോ ഈ ഒരു വർഷം അതിനുവേണ്ടി എൻ്റെ മാക്സിമം ശ്രമം നടത്തി. അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ എന്തോ സഹായിച്ചതൊക്കെ ഇങ്ങനെ സെറ്റായി വന്നു. നേരെ സൗദിയിൽ നിന്ന് ജോർദാൻ, ഇറാഖ്, തുർക്കി, ജോർജിയ, റഷ്യ, കസാക്കിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ, അങ്ങനെ നമ്മൾ സ്വന്തം നാട്ടിലേക്ക്. ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി എൻ്റെ ഒരു പ്ലാന് എവിടെ നിന്ന് ആകണം എന്ന് ആദ്യമേ തിരിച്ചിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണോ, ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരണോ, ഇവിടുന്ന് വേറെ ഇങ്ങോട്ടെങ്കിലും, ഒരുപാട് പ്ലാൻ ചെയ്തു. സോ എപ്പോഴും എൻ്റെ ഒരു മനസ്സിലേക്ക് വന്നത് ഈ ദുബായ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ UAE ഈ ഒരു ടൂറിസം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു UAE നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട്, ഏറ്റവും യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഇവിടുന്നാണ്. അപ്പോൾ ഇവിടുന്നാണ് പോകുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഈ യാത്രയ്ക്കുള്ള എല്ലാ യാത്രാരേഖകളും കൂടുതൽ സപ്പോർട്ട് കിട്ടിയതും ഇവിടുത്തെ യാത്ര സ്മൂത്തായിരുന്നു. നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ബർഷ ഹൈറ്റ്സിലാണ്. അവിടെ ഒരു മാർക്കബിൾ എന്ന് പറഞ്ഞ കമ്പനി, അവിടുത്തെ ഞങ്ങളുടെ ബോസ് എൻ്റെ പാഷൻ നേരത്തെ അറിയാവുന്നതുകൊണ്ടും ഞാൻ കാര്യങ്ങൾ ഈ ജനുവരി തുടക്കത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഓക്കെ എന്നാലും മെയ് ജൂണിൽ നോക്കും. ആ സമയത്ത് ഞങ്ങളൊരു ലീവിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഓക്കെ ശരി എന്നാലും നോക്കും എന്നുള്ള രീതിയിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി ഫുള്ള് രീതിയിൽ ഞാൻ ഓണായത്. 75 ഡേയ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായ രീതിയിൽ സ്റ്റഡി ചെയ്ത് നമ്മൾ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇപ്പം നിലവിൽ ജോർദാൻ, ഇറാഖ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മറ്റുള്ള രീതിയിലൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അന്വേഷിച്ചിടത്തോളം സോഫാർ ഒക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മോൺ ചെയ്യുന്നത്. റോഡ് വഴി കേരളത്തിലേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു, ഫാമിലിയോട് പറഞ്ഞപ്പോൾ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ആക്ച്വലി അവർക്ക് എൻ്റെ ഒരു ബൈക്ക് പാഷൻ നന്നായിട്ട് അറിയാം. സോ അതൊന്ന്. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ പോലെ മുമ്പൊരു യാത്ര ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ആ ഒരു സമയത്ത് അവർക്ക് നല്ലപോലെ ഇതെന്താണ്, എങ്ങനെയാണ് ഈ റൈഡ്, ഓരോ ദിവസങ്ങൾ എവിടെയാണ്, എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാന്നുള്ളൊരു മൊത്തത്തിൽ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു പ്രയാസം ഉള്ളിലുണ്ട്. എത്രയായാലും നമ്മൾ പേരൻസ് ആയാലും ഫാമിലി ആയാലും, എനിക്കും എൻ്റെ വൈഫും 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതുപോലെ തന്നെ എല്ലാ ബ്രദേഴ്സും ഒക്കെ എല്ലാവർക്കും ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ആ യാത്ര നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തതോടുകൂടി അവർക്കും ഒരു ചെറിയ രീതിയിലൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ അറിയാം എങ്ങനെയൊക്കെയാവും എന്നുള്ളത് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്യുന്ന മുമ്പ് തന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ അവർക്ക് അറിയാം ഞാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട് എന്നുള്ളത്. സോ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് സൗദിയുടെ വിസ കിട്ടുന്നതുവരെയും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അനൗൺസ് ചെയ്തത്. സൗദിയുടെ വിസ ഒരു 2-3 ഡേയ്സ് മുമ്പ് കിട്ടിയത്. അതിന് ശേഷം ഇയർലി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് കാര്യം. സൗദിയുടെ വിസയായിരുന്നു. ആക്ച്വലി സൗദിയുടെ വിസ റീസെൻ്റ്ലി ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് ബിറ്റ്വീൻ അവരത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇനി എന്ത് ചെയ്യും, കാരണം ഇത്രയും വിസ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പോരും, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് എന്തോ ദൈവം സഹായിച്ച ഒരു പറഞ്ഞ പോലെ ആ സമയത്ത് വീണ്ടും റീ ഓപ്പൺ ആയി. ഇമ്മീഡിയറ്റ്ലി നമ്മൾ സബ്മിറ്റ് ചെയ്തു, സാധനം കൈ കിട്ടി. എന്തുകൊണ്ടാണ് ഈ യമഹ ചൂസ് ചെയ്യാനുള്ള കാരണം? യമഹ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു പാഷനാണ്. ഞാനതിന് ശേഷം യമഹ എന്നല്ലാതെ വേറൊരു വണ്ടി ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. നമ്മളെ കോളേജ് PDD കാലഘട്ടം മുതൽ 90s മുതൽ നമ്മൾ അല്ല RX-100 മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ഫാദറിൻ്റെ RX-100 എടുത്ത് അതിനെ മോഡിഫൈ ചെയ്ത് പല രീതിയിലും അതിന് ചെയ്ത് പിന്നെ നമ്മളൊരു പ്രവാസം തുടങ്ങിയപ്പോൾ അതിങ്ങനെ കൊടുത്തു. പിന്നെ അതിന് ശേഷം ഒരു 17 വർഷത്തിന് ശേഷമാണ് പിന്നെ ഞാൻ ബൈക്കിലേക്ക് വീണ്ടും വരുന്നത്. അതിനുശേഷം ഒരു INB ട്രിപ്പ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഇതുപോലെ ഒരു 50 ഡേയ്സ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 7 ഇയേഴ്സ് പല പ്ലാനുകളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടും കൊറോണ ആയിട്ടും മറ്റുള്ള കാരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയി. എന്തോ ദൈവം സഹായിച്ച് ഈ ഒരു സമയം അങ്ങനെ ഒത്തു വന്നു. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി.
മൊത്തത്തിൽ അഡ്വഞ്ചർ യാത്ര തന്നെയാണ്. തീർച്ചയായും ഓഫ് കോഴ്സ് ഇത് തീർച്ചയായും നല്ല രീതിയിൽ അഡ്വഞ്ചർ തന്നെയാണ്. കാരണം ഈ ഒരു സാഹചര്യം എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. ഓരോ ബോർഡറും എന്ത് സംഭവിക്കുന്ന അറിയില്ല. അതെ, ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ബോർഡർ ക്രോസിംഗ് സമയത്ത് അത് ഓപ്പൺ ആണോ ക്ലോസ് ആവോ എന്നൊന്നും അറിയില്ല. അതാണ് നമുക്ക് വരുന്നൊരു ഏറ്റവും വലിയൊരു വിഷയം വരുന്നത്. സോ ഫാർ ഓപ്പൺ ആണെന്നുള്ള അറിവ്. ഇനി ആ സമയത്ത് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുകയാണ്. എന്തായാലും ഒരു ഫ്ലാഗ് ഓഫിന് സാധാരണ ദുബൈയിൽ നിന്ന് പല ആളുകളും നാട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്രയും ആളുകളെ ഫ്ലാഗ് ഓഫിന് കണ്ടിട്ടില്ല. അത് തീർച്ചയായും എനിക്ക് താങ്ക്സ് പറയേണ്ടത് എൻ്റെ വടാൻപള്ളി അസോസിയേഷൻ, VFS, നമ്മുടെ ഫ്രണ്ട്സ് അസോസിയേഷൻ ഉണ്ട്, VFS. അവരാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫുൾ സപ്പോർട്ടും. അതോടൊപ്പം തന്നെ എൻ്റെ വർഷങ്ങളായിട്ട് 4 വർഷമായിട്ട് എൻ്റെ റൈഡേഴ്സ് ഗ്രൂപ്പ് IOD, അവരിപ്പോൾ ബൈക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അത് വേറൊരു തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഇവൻറ്റിന് കളറാക്കിയിട്ടുള്ള മീഡിയ ഫാക്ടറി നമ്മുടെ സുഹൃത്ത് ഷാഫി. എന്തായാലും യാത്ര എന്തായാലും അടിപൊളിയാവട്ടെ. തീർച്ചയായും 75 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് എത്താൻ പറ്റട്ടെ. തീർച്ചയായും എല്ലാം വിചാരിച്ച പോലെ നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു.